നമസ്കാരം. ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൺഗ്ലാസിന്റെ വില സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. മമ്മൂട്ടി പ്രമേയം സിനിമയുടെ പ്രസ് മീറ്റിന് വന്നപ്പോൾ അണിഞ്ഞ സ്റ്റൈലിഷ് കൂളിംഗ് ഗ്ലാസ് ഡോൾജി ഗബാന എന്ന ബ്രാൻഡിന്റേതാണ്. 18,390 രൂപയാണ് ഈ സൺഗ്ലാസിന്റെ വില. എന്താണ് ഇപ്പോഴും കൂളിംഗ് ഗ്ലാസ് അണിയുന്നത് എന്ന് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി മറുപടി പറഞ്ഞിരുന്നു. ഞാൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കായിരിക്കും. സ്വാഭാവികമായി എനിക്കൊരു ചമ്മൽ ഉണ്ടാവാറുണ്ട്. അത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗ്ലാസ് വെക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സിനിമയിൽ പരീക്ഷണങ്ങൾ തുടരുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ പരീക്ഷണം തന്നെയാണ് പ്രമേയം എന്ന് പറയാം. പ്രമേയം താൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രസ് മീറ്റിൽ മമ്മൂട്ടി. തന്നെ പ്രമേയത്തിലേക്ക് ആദ്യം ആകർഷിച്ചത് ആ കഥാപാത്രമായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. സിനിമയിൽ നിന്നും എന്താണ് അനുഭവവേദ്യമാകുന്നത് എന്ന് നേരത്തെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം മാത്രം തന്നെയാണ്. പിന്നെ കാലഘട്ടം, കഥ, പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ തീരുമാനിച്ചു. പിന്നെ കഥയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ കഥ പറയുന്നതും ഒരു പരീക്ഷണമാണ്. സിനിമ തന്നെ പരീക്ഷണമാകുമ്പോൾ പരീക്ഷണ ചിത്രം എന്ന് പറയുന്നതിൽ കാര്യമില്ല. വ്യത്യസ്തത അന്വേഷിക്കാറുണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ സമ്മതം മൂടുന്നു. പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാകില്ലല്ലോ. സിനിമ കാണുമ്പോഴാണ് അത് മനസ്സിലാകുക. നമ്മൾ കുറെ സീനുകൾ അഭിനയിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തത മനസ്സിലാകുന്നില്ല. പിന്നെ ഈ സിനിമയുടെ പ്രസക്തിയെ കുറിച്ചൊന്നും പറയുന്നില്ല. സിനിമ ഇല്ലാതിരുന്ന കാലത്താണ് സിനിമ എടുക്കുന്നത്. അതുമാത്രമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറ ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്തതാണ്. അതൊന്ന് അവർ കണ്ടറിയട്ടെ. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ സിനിമ കൂടെയാണ്. പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്ന രീതിയൊക്കെയുണ്ട്. അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. മാത്രമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ ഹോളിവുഡിലൊക്കെ ഈ രീതിയുണ്ട്. പിന്നെ നമുക്കും വേണ്ടേ ഒരെണ്ണം എന്ന് മമ്മൂട്ടി പറയുന്നു.